പനയമ്പാടം മാത്രമല്ല, ഇതുപോലെ നിരവധി അപകട വളവുകളും തെരുവുകളും ഈ ഹൈവേയിൽ വേറെയുമുണ്ട്. പനയമ്പാടം ഈ അപകടം നടന്നതോടുകൂടി തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ അപകട മേഖലയാണെന്നൊക്കെ അറിയാം. ഇപ്പോൾ എന്നോടൊപ്പം സുജിത്തേട്ടനുണ്ട്, ഇവിടുത്തെ പ്രാദേശിക ലേഖനാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. സുജിത്തേട്ട, നമുക്ക് പോവാം. അപ്പോൾ ഏത് വഴിയിലാണ് നമുക്ക് പോകേണ്ടത്? ഇത് മണ്ണാർക്കാട് റോഡാണ്. ദേശീയപാത കോഴിക്കോട് പാലക്കാട് ഹൈവേയിലെ പനയമ്പാടം പറഞ്ഞ സ്ഥലമാണിത്. ഇന്ന് മണ്ണാർക്കാട് റോഡിൽ ഏകദേശം ഒരു 4 പോയിന്റോളം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ റോഡിൽ തന്നെ ഒരു 4 പോയിന്റോളം അപകട സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നണത് 4 ദിവസം മുമ്പ് ഇതൊക്കെ വച്ചിരുന്നെങ്കിൽ നമുക്കിതൊന്നും പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു അല്ലേ? ഇതിനു മുമ്പ് ഒരു 2 വർഷം മുന്നേ ഇതേപോലെ അപകടങ്ങൾ ഉണ്ടായ സമയത്ത് ട്രയാങ്കിൾ ടൈപ്പ് അതങ്ങനെ കുറെ നിർത്തി വെച്ചായിരുന്നു. അത് കുറെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇടിച്ച് ഒരാഴ്ചയൊക്കെ നിന്നുള്ളത് കഴിഞ്ഞൊക്കെ വാഹനങ്ങളൊക്കെ ഇടിച്ച് പോയി. ഡിവൈഡറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപകടം കുറയും ഈ പ്രദേശത്ത്. അപകടം കുറയാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ വണ്ടികളൊക്കെ വളരെ സ്ലോവിലല്ലേ പോകാൻ സാധിക്കും. മറ്റേത് ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടിക്കാണ് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ബ്രേക്കിൽ കാല് വയ്ക്കുമ്പോഴാണ് വണ്ടി തെന്നിപ്പോണത്. അലൈൻമെന്റ് തെറ്റാണ്. ഫസ്റ്റ് അവിടുന്ന് ഇത് ആ ടേണിംഗ് എല്ലാം നൂർത്തി വരേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ എന്താ പറയാ, അങ്ങനത്തെ അവസ്ഥയാണ്. ഇവിടെ ബസ് സ്റ്റോപ്പില്ലേ, ഇതൊരു ഭയങ്കര പ്രശ്നമാണല്ലേ? അതെ. ഇത് ഈ ബസ്സുകൾ നിൽക്കുന്നതൊക്കെ റോട്ടിൽ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഒതുക്കി നിർത്താനുള്ള, ആളുകളെ ഇറക്കാൻ വേണ്ടി ഒതുക്കി നിർത്താനുള്ള സ്ഥലങ്ങളില്ല പല ഭാഗത്തും. തച്ചമ്പാറയിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം 2 വളവും ഒരു കയറ്റവും ഇങ്ങനെ വരണാണല്ലേ? അവിടെ ഇതേപോലെ ആ പഞ്ചായത്തിലും ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഇപ്പോ വലിയൊരു വളവ് വരുന്നുണ്ട്. ഇത് ഈ റോഡിന്റെ പ്രധാന പ്രശ്നം പറയുന്നത് വളവുകളൊന്നും കാര്യമായി നികത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടെ നിർത്തിയിട്ട് ഒന്ന് നോക്കിയാലോ? ഈ തച്ചമ്പാറ ടൗണും പ്രധാനപ്പെട്ട ഒരു അപകട കേന്ദ്രമാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം 2 വളവുകളും ഒരു കയറ്റവും. നമ്മളിപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു കയറ്റമാണ്, അവിടെ ഒരു വളവുണ്ട്. ഒരു വളവ് തിരിഞ്ഞാണ് നമ്മൾ ഈ കയറ്റം കയറുന്നത്. കാരണം എസ് ടൈപ്പിലാണ് ഈ വളവ് കിടക്കുന്നത്. എസ് എഴുതിയ രീതിയിലാണ് വളവ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്ത് ശ്രദ്ധിക്കാതെ ഓവർടേക്ക് ചെയ്ത് പോയാൽ അപകടം ഉറപ്പാണ്. ഇത് എടായിക്കൽ കുന്ന്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഷാർപ്പ് കട്ടാണ്, അതോടൊപ്പം തന്നെ ഒരു കയറ്റവും. ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഇവിടെ ഇങ്ങനെ നിരന്തരം ഉണ്ടാവാറുണ്ടോ? ഇവിടെ ഇതേപോലെ അപകടം നടക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ്. കാരണം മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനം ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ, ഏതെങ്കിലും വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈ കയറ്റത്തിലൂടെ ആ സൈഡിലെ പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനത്തെ പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഡിവൈഡറൊക്കെ വാഹനം ഇടിച്ച് തകർത്ത ഡിവൈഡറാണ്. ഇതാണ് 4ാമത്തെ അപകട കേന്ദ്രം, മുള്ളത്തുപാറ. ആ കാണുന്ന ബാരിക്കേഡ് ഉണ്ടല്ലോ, അതൊരു വണ്ടി ഇടിച്ച് തകർത്തതാണ്. അതെന്നായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്? അത് ഏകദേശം ഒരു വർഷത്തിന് മേലെ ഉണ്ടാവും, 2 വർഷത്തിനുള്ളിൽ. അത് ഒരു ലോറിയാണ്. ലോഡ് കയറ്റി വരുന്ന ലോറി നിയന്ത്രണം വിട്ട് ഇതേപോലെ ഓപ്പോസിറ്റ് എതിരെ വണ്ടി വന്നപ്പോൾ നിയന്ത്രണം വിട്ടുകൊണ്ട് ആ ബാരിക്കേഡ് ഇടിച്ച് തകർത്തിട്ട് ഒരു കൃഷി സ്ഥലമായിരുന്നു അത്, അവിടേക്ക് വീണൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ അപകടം 2-3 വർഷത്തിന് ശേഷം കൂടുതലായിട്ടുണ്ട്. റോഡ് സ്ലിപ്പായിട്ടാണ് കൂടുതൽ ഉണ്ടാകുന്നത് തോന്നുന്നത്. കാരണം ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഈ അപകടങ്ങൾ ഉണ്ടാകാറ്. നമ്മൾ പനയമ്പാടം മുതൽ ഇവിടം വരെ 8 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. ഇതിൽ 4 പ്രധാന അപകട കേന്ദ്രങ്ങൾ കണ്ടു. ചെറിയ ചെറിയ അപകട കേന്ദ്രങ്ങൾ വേറെയുണ്ട്. 40 കിലോമീറ്ററുള്ള ഈ ഹൈവേയിൽ ബാക്കി എത്ര അപകട കേന്ദ്രങ്ങളാണുള്ളത്? മൽഘോഷ് സി മോഹനും സുജിത്തിനുമൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.